അപ്പോൾ നമുക്ക് അറിയാം, ഇപ്പം നമ്മുടെ CSEBയുടെ പുതിയ സിലബസിൽ എന്തുണ്ട്, ഇഡിയംസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഇഡിയംസ് നോക്കാം. അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് പെർപ്ലെക്സ്ഡ് എന്ന് വെച്ചാൽ എന്താ, കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതിന് പറയുന്നതാണ് അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് എന്ന് പറയുന്നത്. അറ്റ് വൺസ് ഫിംഗർ ടിപ്സ് എന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാവുന്നതാണ്, ഉടനടി ലഭ്യമാകുന്നത്. നമ്മുടെ വിരൽ തുമ്പിലാണ്, നമ്മളൊന്ന് തൊട്ടാൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഫിംഗർ ടിപ്പിലാന്ന് പറയത്തില്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് അറ്റ് ദ സ്പെർ ഓഫ് ദി മൊമെൻറ്റ് വിത്തൗട്ട് ഡിലേ, അതായത് ഡിലേ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുക, നമുക്ക് ഇന്നൊന്ന് ബീച്ചിൽ പോയിട്ട് വരാം, പെട്ടെന്ന് ഡിസൈഡ് ചെയ്യുന്നതിന് പറയുന്നതാണ് എന്ത്, അറ്റ് ദ സ്പെർ ഓഫ് ദി മൊമെൻറ്റ്. അടുത്തത് ഓൾ ഇൻ ഓൾ നമുക്കെല്ലാം അറിയാം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, അവളെ എല്ലാത്തിനെയും കൊള്ളിക്കാം. അടുത്തത് അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ്, നമ്മൾ വിശദമായിട്ട് ക്ലോസ് എക്സാമിനേഷൻ നടത്തുന്നതിന് പറയുന്നതാണ് അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ്. മെനി ഓഫ് മൈ ഫ്രണ്ട്സ് പ്രൂവ്ഡ് സെൽഫിഷ് അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ്. ഓക്കെ, അടുത്തത് ആപ്പിൾ പൈ ഓർഡർ. പെർഫെക്റ്റ് ഓർഡറിന് പറയുന്നതാണിത് ആപ്പിൾ പൈ ഓർഡർ. ഇൻ പെർഫെക്റ്റ് ഓർഡർ, നമ്മളൊരു കാര്യം പെർഫെക്റ്റ് ഓർഡറിൽ ചെയ്യുമ്പോൾ നമ്മൾ പറയും ആപ്പിൾ പൈ ഓർഡർ. അടുത്തത് എബോ ബോർഡ്. ഹീ ഈസ് നോൺ ഫോർ ഹിസ് എബോ ബോർഡ് എന്ന് വെച്ചാൽ അവൻ്റെ സത്യസന്ധമായിട്ടുള്ളതും നേരെ പോ എന്നുള്ള സ്വഭാവം കൊണ്ടും അവൻ വെൽ നോൺ ആണ്. അതാണ് എബോ ബോർഡ്, ഹോണസ്റ്റ് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ്. അടുത്തത് എബോ ഓൾ, ബിഫോർ എവറിത്തിങ് എൽസ്, മറ്റെന്തിനും മുന്നേ. എബോ ഓൾ ഹീ ഈസ് ബ്ലണ്ട് ആൻഡ് എ ഡെയർ ഡെവിൽ, മറ്റെന്തിനും മുമ്പേ അവൻ എന്താണ്, ഒരു ബ്ലണ്ടും ഒരു ഡെയർ ഡെവിലും കൂടിയാണ്, ഒരു ചെകുത്താനും കൂടിയാണ്. അടുത്തത് അസ് ഫിറ്റ് ആസ് എ ഫിഡിൽ, സ്ട്രോങ് ആൻഡ് ഹെൽത്തി. ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് വെച്ചാൽ ഹി ഹാസ് റിക്കവേർഡ് ഫ്രം ഇൽനെസ് ആൻഡ് നൗ ഹീ ഈസ് ഫിറ്റ് ആസ് ഫിഡിൽ. ഇപ്പോൾ അവൻ്റെ ഇൽനെസ്സിൽ നിന്നൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയും, ആസ് ഫിറ്റ് ആസ് എ ഫിഡിൽ. അടുത്തത് അറ്റ് റാൻഡം, എയിംലെസ്ലി എന്ന് വെച്ചാൽ എന്താ, അതായത് നമ്മുടെ എയിംലെസ്ലി ഉള്ള, ലക്ഷ്യമില്ലാതെയുള്ള വെടിവെപ്പ് കാരണം കുറേ ആൾക്കാർ എന്ത് ചെയ്തു, മരണപ്പെട്ടു. അതാണ് അറ്റ് റാൻഡം. അടുത്തത് അറ്റ് എ ലൂസ് എൻഡ്, അൺഒക്യുപ്പൈഡ് ഓർ ഐഡിൽ എന്ന് വെച്ചാൽ എന്താണ്, നത്തിങ് സ്പെസിഫിക് ടു ഡു, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചെയ്യാനില്ല, അതാണ് അറ്റ് എ ലൂസ് എൻഡ്. ഓക്കെ, താങ്ക് യു.